തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ മഹിളാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്തു. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. മന്നത്ത് പത്മനാഭന്റെ ജയന്തിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കാശിയിൽ നിന്ന് വരുന്ന താൻ വടക്കുംനാഥൻ ക്ഷേത്ര മൈതാനത്തിലെത്തിയ എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. തൃശൂരിൽ നിന്നുയരുന്നത് പുതിയ കേരള സന്ദേശമാണെന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. മൊഴി മാറ്റിയുള്ള പ്രസംഗത്തിന് ശേഷം ഓരോ തവണയും പ്രസംഗം ആരംഭിക്കുമ്പോഴും നരേന്ദ്രമോദി കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്യാനും ശ്രദ്ധിച്ചു. അഭിമാനകരമായ ഒരുപാട് പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അവരുടെ പേരും അദ്ദേഹം പറഞ്ഞു. AV കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ, റോസമ്മ പുന്നൂസ് എന്നിവർ സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ ഊർജം ചെറുതല്ല. കാർത്തിയായനി അമ്മയും ഭാഗീരഥി അമ്മയും വിദ്യാഭ്യാസത്തിന് പ്രായം തടസ്സമില്ല എന്ന് കാണിച്ചു തന്നു. ആദിവാസി കലാകാരി നാഞ്ചിയമ്മ ദേശീയ പുരസ്കാര ജേതാവായി. PT ഉഷ, അഞ്ജു ബോബി ജോർജ് എന്നിവർ കേരളത്തിൻ്റെ സംഭാവനയാണ്. സ്ത്രീകളുടെ ശക്തിയാണ് നാടിനെ വികസിതമാക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം വന്ന കോൺഗ്രസ്, ഇടത് സർക്കാരുകൾ സ്ത്രീ ശക്തിയെ പരിഗണിച്ചില്ല. സ്ത്രീ സംവരണ ബിൽ BJP നിയമമാക്കി. മുത്തലാഖിൽ ബുദ്ധിമുട്ടിയ സ്ത്രീകളെ നരേന്ദ്രമോദി സർക്കാർ മോചിപ്പിച്ചു. NDA സർക്കാരിന് 4 ജാതികളാണ് പ്രധാനം: ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിങ്ങനെയുള്ള 4 വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇടത് കോൺഗ്രസ് കാലത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ല എന്ന് നരേന്ദ്രമോദി വിമർശിക്കുകയും ചെയ്തു. മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത്. 10 വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. 10 കോടി ഉജ്ജ്വൽ ഗ്യാസ് മോദിയുടെ ഗ്യാരണ്ടിയാണ്. 12 കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം മോദിയുടെ ഗ്യാരണ്ടിയാണ്. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം, നിയമ പാർലമെന്റുകളിൽ വനിതാ സംവരണം, ഇതും മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം, 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. മോദിയുടെ പ്രസംഗത്തിനൊപ്പം മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് സദസ്സും ഏറ്റുപറഞ്ഞു. കേന്ദ്രമന്ത്രി V മുരളീധരനാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. മഹിളകളെ എല്ലാ മേഖലകളിലും പിടിച്ചുയർത്തുകയാണ് പ്രധാനമന്ത്രിയെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അവകാശപ്പെട്ടു. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയുടെ വേദിയിലെത്തിയ നടി ശോഭന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രകീർത്തിച്ചു. വനിതാ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി എന്നാണ് വേദിയിൽ സംസാരിച്ച ശോഭന പറഞ്ഞത്. മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും അവർ പറഞ്ഞു. തേക്കിൻകാട് മൈതാനത്ത് നടന്ന മഹിളാ സമ്മേളനമായ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം നിരവധി പ്രശസ്ത വനിതകളാണ് പങ്കെടുത്തത്. PT ഉഷ, മിന്നുമണി തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ പെൻഷൻ പ്രശ്നത്തിലൂടെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടിയും വേദിയിലെത്തി.